കേരളത്തിൽ കീം 2024 എൻജിനീയറിങ് അല്ലെങ്കിൽ ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിമുകൾ, റിസർവേഷൻ ക്ലെയിമുകൾ ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് NRI ആഡ് ചെയ്യണമെങ്കിൽ, മൈനോറിറ്റി ആഡ് ചെയ്യണമെങ്കിൽ, മറ്റെന്തെങ്കിലും NCLO, EWS ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ വീണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 2024-25 അക്കാഡമിക് ഇയറിലെ ഓൾറെഡി അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ സമയം തന്നിരുന്നു. അന്ന് ചെയ്യാത്തവർക്ക് വീണ്ടും സമയം തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ NRIയോ അല്ലെങ്കിൽ മൈനോറിറ്റിയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ, അതേപോലെ EWS, അതുപോലെ NCL കൊടുക്കാനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിനുള്ള സമയം എപ്പോൾ വരെയാണെന്ന് ചോദിച്ചാൽ ജൂൺ 24 വൈകിട്ട് 6 മണി വരെയാണ് ഇതിനുള്ള സമയം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറുക. അതിനുശേഷം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, റിസർവേഷൻ ക്ലെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് റിസർവേഷനാണോ ക്ലെയിം ചെയ്യേണ്ടത് ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്ലെയിമുകൾ സമർപ്പിക്കുന്ന കുട്ടികൾ അതിനാവശ്യമായ രേഖകളും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സാമുദായിക സംവരണമാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് NCL സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അപ്പോൾ ഈ NCL ഒക്കെ നിങ്ങൾ വില്ലേജിൽ നിന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിൽ എടുക്കുന്നതായിരിക്കണം. അതേപോലെ EWS കോട്ടയാണെങ്കിൽ നിങ്ങൾ വില്ലേജിൽ നിന്ന് കിട്ടുന്ന EWS സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്. അതുപോലെ NRI കോട്ട വേണമെങ്കിൽ നിങ്ങൾ ആരാണോ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി ഒക്കെ വേണം. അതേപോലെ മൈനോറിറ്റി കോട്ടയാണെങ്കിലും നിങ്ങൾക്ക് റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള രേഖകൾ കൊടുത്തുകൊണ്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ക്ലെയിം അവിടെ സാങ്ഷൻ ആവുക. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.